യു പ്രതിഭ MLAയുടെ മകൻ ഉൾപ്പെട്ട ലഹരി കേസ് രജിസ്റ്റർ ചെയ്ത എക്സൈസ് CIയുടെയും റേഞ്ച് ഇൻസ്പെക്ടറുടെയും മൊഴിയെടുക്കുകയാണ് ഇപ്പോൾ. അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലപ്പുഴ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറാണ് മൊഴി രേഖപ്പെടുത്തുന്നത്. രഘുനാഥ് നാരായണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഘു, നേരത്തെ MLA മന്ത്രിക്കാണ് നേരിട്ട് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയത്. അതിന്റെ നടപടികൾ എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? MLA മന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കുന്നത്. അതൊരു വകുപ്പ് തല നടപടി, അതായത് അങ്ങനെ ഒരു പരാതി കിട്ടി അതിൻ്റെ ഭാഗമായിട്ടുള്ള വകുപ്പ് തല നടപടിയല്ല, സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അതായത് MLA ഇത്തരത്തിലുള്ളൊരു പരാതി മന്ത്രിക്ക് നൽകുന്നു, ഇതിലെന്താണ് സംഭവമെന്ന് മന്ത്രിയുടെ ഓഫീസ് ചോദിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോട് വിശദീകരണം ചോദിക്കുകയും ഇതിൻ്റെ റിപ്പോർട്ട് എക്സൈസ് കമ്മീഷണർക്ക് നൽകുകയും ചെയ്യും. അല്ലാതെ ഏതെങ്കിലും രീതിയിലുള്ള വകുപ്പ് തല അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടല്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. കഴിഞ്ഞ ഡിസംബർ മാസം അവസാനമാണ് യു പ്രതിഭ MLAയുടെ മകൻ ഉൾപ്പെടെയുള്ള കുട്ടികളെ 10 ഗ്രാമിൽ താഴെ കഞ്ചാവും ഒപ്പം അതിൻ്റെ മിശ്രിതവുമൊക്കെ ആയിട്ട് പിടിക്കുന്നത് വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. മന്ത്രി വലിയ രീതിയിൽ അതിനെ വൈകാരികമായിട്ട് എടുക്കുകയും മന്ത്രിയെ മാധ്യമങ്ങൾ വേട്ടയാടുന്നു എന്നുള്ളൊക്കെ രീതിയിൽ വലിയ രീതിയിലുള്ളൊരു വിവാദമൊക്കെ ആവുകയും ചെയ്തതാണ്. തുടർന്നാണ് നിയമസഭയിലടക്കം മന്ത്രി ഈ വിഷയം ഉന്നയിക്കുകയും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇതിൽ മന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കുന്നത്. 2 ഉദ്യോഗസ്ഥരാണ് രാവിലെ 10 മണിയോടുകൂടി ആലപ്പുഴ നഗരത്തിലുള്ള എക്സൈസ് കമ്മീഷണറുടെ ഓഫീസിൽ ഹാജരായത്. ഡെപ്യൂട്ടി കമ്മീഷണറാണ് ഈ ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ ഉദ്യോഗസ്ഥർ മൊഴി നൽകിയ ശേഷം പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്.